ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ ഇപ്പോഴാണോ കിടക്കപ്പായെന്ന് എഴുന്നേറ്റ്. ഇപ്പം സമയം 7:45. ഞാൻ ഇപ്പോഴും നിൽക്കാനുള്ള കാരണം ഇന്നലെ രാത്രി നല്ല പനിയായിരുന്നു. എൻ്റെ തൊണ്ടയൊക്കെ അടഞ്ഞിരിക്കണുണ്ട്. അപ്പോൾ പനിയൊക്കെ ആയിട്ട് കിടന്നു. പിന്നെ ഇവിടെ ആരും ഇല്ല കേട്ടോ, എല്ലാവരും നമ്മുടെ സിസ്റ്ററിൻ്റെ വീട്ടിലേക്ക് പോയേക്കും. അപ്പോൾ അവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്, അങ്ങോട്ട് പോയേക്കുന്നുണ്ട്. പിന്നെ ചേട്ടൻ ജോലിക്ക് പോയി, എല്ലാവരും പോയി. നമ്മുടെ ഉണ്ണിയും കുട്ടികളും എല്ലാവരും പോയിട്ട് സിസ്റ്ററിൻ്റെ വീട്ടിലോട്ട്, അവിടെ കുറച്ച് പരിപാടികളുണ്ട്. അപ്പം അങ്ങോട്ട് പോയതാണ്. അപ്പോൾ ഇനി എനിക്ക് എഴുന്നേറ്റ്, അച്ഛനുണ്ട് കേട്ടോ ഇവിടെ, നമ്മുടെ പപ്പിയുണ്ട്, നമ്മുടെ പ്രാവുണ്ട്. അപ്പോൾ ഞാൻ ഓർത്തു മഴ രാവിലെ ചേട്ടൻ പോകുമ്പോൾ എഴുന്നേറ്റപ്പോൾ നല്ല അടിപൊളി മഴയായിരുന്നു കേട്ടോ. അപ്പോൾ എഴുന്നേറ്റു, ഒരു 5:30 എഴുന്നേറ്റ് ചേട്ടന് കട്ടൻ ചായക്ക് ഇട്ടുകൊടുത്തിട്ട് പിന്നെ ഞാൻ വന്ന് കിടന്നതാണ്. പിന്നെ വേറെന്താ, അപ്പിനെ എനിക്കൊരു നല്ല ചായയൊക്കെ ഇട്ട് കുടിക്കണം. പിന്നെ കുറേ പണികൾ ബാക്കിയുണ്ട്. മഴ കാരണം 2 ദിവസമായിട്ടാണ് തുണികളൊക്കെ അലക്കിയിട്ട്. അപ്പം ഇന്ന് മഴ ഏകദേശം മാറി നിന്നിട്ടുണ്ട്. അപ്പം നമ്മുടെ പനീനെ നോക്കി എന്നാലും നമ്മുടെ പണി നടക്കൂല. ഒരു ടാബ്ലറ്റൊക്കെ അടിച്ചിട്ട് നമുക്ക് പണി തുടങ്ങാം. അപ്പം എല്ലാവർക്കും നല്ല അടിപൊളി സൺഡേ. നമുക്ക് പണികളൊക്കെ സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പം ഞാൻ നമ്മുടെ റൂമൊക്കെ അടിച്ച് തുടച്ചൊന്ന് ക്ലീൻ ചെയ്തൊക്കെ കഴിഞ്ഞ് അലക്കാനുള്ള തുണികളൊക്കെ സൂപ്പുവെള്ളത്തിൽ മുക്കിയൊക്കെ വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അന്തരീക്ഷം നല്ല അടിപൊളിയായിട്ട് മാറി. എന്തു പറയാനാ, മഴ വീണ്ടും സ്റ്റാർട്ട് ചെയ്ത്. ഇനിയിപ്പോൾ ഇന്നും തുണി അലക്കൽ ഗോവിന്ദ ഗോവിന്ദ കണ്ടോ. അപ്പം നല്ല അടിപൊളി മഴ പെയ്തുകൊണ്ടിരിക്കണേണ്ട. എൻ്റെ വണ്ടി ഇതാ മൂടി വെച്ചിട്ടുണ്ട്. മഴ നല്ല ഗംഭീരമായിട്ട് പെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ സിറ്റ് ഔട്ടൊക്കെ സൂപ്പറായിട്ട് ഇതാ വെള്ളം തെറിച്ച് സെറ്റപ്പായിട്ട് നല്ല അടിപൊളി സൂപ്പർ മഴയുണ്ട. അപ്പം എൻ്റെ വെണ്ടയ്ക്ക ആയിട്ടുണ്ട് കേട്ടോ. 2 വെണ്ടയ്ക്ക ആയിട്ടുണ്ട്, 3 വെണ്ടയ്ക്ക ആയിട്ടുണ്ട്. മഴ കാരണം വീഡിയോ എടുക്കാനൊന്നും പറ്റിയിട്ടില്ല കേട്ടോ. ഇത് കണ്ട നമ്മുടെ ചെടികൾ, വെണ്ടയ്ക്കയും വഴുതനങ്ങയൊക്കെ നല്ല അടിപൊളിയായിട്ട് ഇതാ ചെടികളൊക്കെ. ഇപ്പോൾ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല, നനക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതേ കണ്ട, ഈ ചീര ഞാൻ പറിച്ചിട്ടാ ഇന്നലെ മിനിയാന്ന് രാത്രി തോരൻ വെച്ചു. പിന്നെ നമ്മുടെ പച്ചമുളകും എല്ലാം, തക്കാളിയൊക്കെ കാറ്റ് കൊണ്ടൊന്നും ഒടിഞ്ഞു വീണ പോലെ ആയിട്ടാ. വടിയൊക്കെ കുത്തി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് പോയി കുളിച്ചിട്ടൊക്കെ വരാം അല്ലേ. കുളി കഴിഞ്ഞിട്ട് പോയി പാല് വാങ്ങിയിട്ട് വരാം. ബ്രേക്ക്ഫാസ്റ്റ് എന്തുണ്ടാക്കും എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. അപ്പോൾ ആവല് ഇരിപ്പണ്ടി നമുക്ക് സിമ്പിളായിട്ട് പെട്ടെന്ന് തന്നെ റെഡിയാവില്ല. അവലുപ്പുമാവ് ഉണ്ടാക്കാം. അച്ഛനും ഞാനും മാത്രമേ ഉള്ളൂ. അപ്പോൾ അവലുപ്പുമാവ് ഉണ്ടാക്കാം. അച്ഛൻ്റെ കൂടെ പേപ്പർ വായനയിലായിരുന്നു. പിന്നെ അച്ഛൻ പേപ്പർ വായനയിലായിരുന്നു. പിന്നെ TV വെച്ചിട്ട് TV കണ്ടോണ്ടിരിക്കണേട്ടോ. അച്ഛൻ നമ്മുടെ സലീം കുമാർ ഏട്ടൻ്റെ ആ ഒരു മരണവാർത്ത കണ്ടോണ്ടിരിക്കണ അച്ഛൻ. നിങ്ങളെൻ്റെ ശംഖുഷ്പം കണ്ടായിരുന്നു? ഇത് കണ്ട പൂവായി നിങ്ങൾ സിറ്റ് ഔട്ടിലോട്ട് കയറി കെട്ടി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് കണ്ട. അപ്പം അതേ അവിടെ നിന്ന് ഇങ്ങനെ പതുക്കെ പിടിച്ച് പിച്ചടിച്ച് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഒരു വയലറ്റ് പൂ ഇതവിടെ തൂങ്ങിക്കിടക്കണ കണ്ടോ. പിന്നെ കുറേ കണ്ട വിത്ത് കുറേ ആയിട്ടുണ്ട് കേട്ടോ, കുറേ വിത്തായിട്ടുണ്ട്. അപ്പം ഇത് ഉണങ്ങി കഴിയുമ്പോൾ നമുക്ക് എടുത്തിട്ട് വേറെ പാകി റെഡിയാക്കാം. അപ്പം അതേ ബസ്സൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ വീട് റോഡ് സൈഡ് തന്നെയാണ് കേട്ടോ, അതുകൊണ്ട് നല്ല ശബ്ദമായിരിക്കും. അപ്പോൾ ഞാൻ പോയി കുളി കഴിഞ്ഞിട്ട് വേണം പാല് വാങ്ങിക്കാനുള്ള ബേക്കറി. ഇത് ചിക്കൻ കടയാണ്, അതിൻ്റെ ആ നീല ഷീറ്റ് കാണണം, അവിടെ തന്നെയാണ് ബേക്കറി. എന്നാലും കുളി കഴിഞ്ഞിട്ട് വേഗം പോയിട്ട് പാല് വാങ്ങിയിട്ട് വരാം. എനിക്ക് കുളിക്കാണ്ട് പുറത്തോട്ട് ഇറങ്ങണ ഇഷ്ടമേ അല്ല. അപ്പോൾ അതേ മഴയുടെ ശക്തി കൂടി വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും നടക്കില്ല. അപ്പോൾ നമുക്ക് വെച്ചിട്ട് പാല് വാങ്ങിയിട്ട് സ്ട്രോങ് ചായ ഇട്ടു, അവലുപ്പുമാവ് ഉണ്ടാക്കി, ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചിട്ട് കാണാം. മഴയുടെ ശക്തി ഇതാ കൂടിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. മഴ പെയ്യട്ടെ, ഇടിയുടെ ശബ്ദം കേൾക്കട്ടെ. ഈ മഴ വെറുതെ നമ്മൾ പറ്റിക്കുന്നുണ്ട്. ശക്തി കൂടും, പിന്നെ അപ്പം തന്നെ കുറയും. 3 ദിവസമെല്ലാം നിർത്താതെയുള്ള മഴയാണ് കേട്ടോ. നല്ല കാറ്റുണ്ട് കേട്ടോ. നമ്മുടെ അപ്പുറത്തെ പറഞ്ഞ വാഴയൊക്കെ കൂടെ നാടുന്നുണ്ട്. ചെറിയൊരു കാടൊക്കെ ഫീൽ ചെയ്യില്ലേ. നമ്മുടെ വിഷ്ണുക്കുട്ടൻ്റെ വീട്ടിലാ കൊന്നമരവും അടയ്ക്കാമരവും ഒക്കെയാണ് കേട്ടോ. അത് എന്താ പണ്ട് ഈ വേലിയൊന്നും ഇല്ലായിരുന്നു. അപ്പം നമുക്ക് ഓടിച്ചാടി അങ്ങോട്ടൊക്കെ പോകാമായിരുന്നു. അപ്പോൾ കോളേജ് റോട്ടിൽ കൂടി പോകണം. അപ്പം ശരി, ഞാൻ പാല് വാങ്ങിക്കാൻ പോട്ടെ, അല്ല കുളിക്കാൻ പോട്ടെ. കുളി കഴിഞ്ഞിട്ട് പാല് വാങ്ങിയിട്ട് വന്നിട്ട് കാണാം. പിന്നെ വേറൊരു കാര്യം പറയാനുണ്ട് കേട്ടോ. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ, സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഓടിപ്പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വരണേ. നിൽക്കുമ്പോൾ ഞാൻ തിരിച്ചു വന്നിട്ട് വീണ്ടും നല്ല അടിപൊളി കാറ്റും നല്ല മഴ ശക്തിയായിട്ട് പെയ്യുന്നുണ്ട് കേട്ടോ. കണ്ട നല്ല മഴയായിട്ടുണ്ട്, കാറ്റും നന്നായിട്ടുണ്ട്. നോക്കിയേ, മഴയുടെ ശക്തി കൂടി. ഞാൻ മഴയെ കുറ്റം പറഞ്ഞിരിക്കുന്നുണ്ട്, അപ്പോഴത്തേക്കും മഴ കൂടിയതാ. കണ്ടില്ലേ, വെള്ളം പാച്ചിലാണ് കേട്ടോ.
കുളിക്കേണ്ട, കുളിച്ചതല്ല, മഴ ജസ്റ്റ് ഒന്ന് മാറിയിട്ടുണ്ട്. അപ്പം ഞാൻ ഓർത്തു തുണി അലക്കിയിട്ട് കുളിക്കാം. മുക്കി വെച്ച തുണി അലക്കാതെ പോയിട്ട് കുളി കഴിഞ്ഞിട്ട് പിന്നെ കുളി കഴിഞ്ഞിട്ട് അലക്കാന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര ചെറിയൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ് കേട്ടോ. അപ്പം ഞാൻ ഓർത്തു മഴ കുറഞ്ഞു, നമുക്ക് തലയിൽ വെള്ളം വേവിക്കാൻ തുണിക്ക് ഇങ്ങനെ വെച്ച് തോർത്ത് വെച്ച് ഇങ്ങനെ കെട്ടി വെച്ചിട്ട് അലക്കി കഴിഞ്ഞ് വന്നിട്ട് നമുക്ക് കുളിച്ചിട്ട് ചായ കുടിക്കാം എന്ന് വിചാരിച്ചു. അപ്പം നമുക്ക് തുണിയെ കലക്കാം. അലക്കാൻ പോകാനുള്ളത് മഴയുണ്ട്, മഴ പെയ്യുന്നുണ്ട്, എന്നാലും കുഴപ്പമില്ല. തുണി അലക്കിയിട്ടേ ഞാൻ കുളിക്കും. അപ്പം എങ്ങനെ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ പണികൾ? ഇന്ന് മുറ്റൊടിക്കലൊന്നും നടന്നിട്ടില്ല കേട്ടോ. മുറ്റൊടിക്കാൻ ചൂലെടുത്ത് വെച്ചപ്പോഴേക്കും മഴ പെയ്യും. തുണി അലക്കാൻ പോകുന്നതിന് മുമ്പായിട്ട്, മഴ കൂടുന്നതിന് മുമ്പ് ഞാനൊരു സംഭവം കാണിച്ചു തരാം. നമ്മുടെ ഉണ്ണിക്കുട്ടൻ്റെ മീനാണ്. അപ്പോൾ ഇട്ട് മൂടി വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ രാവിലെ തുണി മുക്കി വെക്കാൻ വന്നപ്പം പച്ചമീനുകൾ വിൽക്കണം തോന്നുന്നുണ്ട്. വെള്ളം മാറ്റാൻ പറ്റില്ല. സ്കൂളൊക്കെ സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് ഇതേ കണ്ടോ പച്ചമീൻ, പത്തമ്മയുടെ പോലെയുള്ള മീനാണ് കണ്ടോ. അപ്പം മഴയൊക്കെ സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് അവൻ സ്കൂളിലും പോയി തുടങ്ങിയോണ്ട് വെള്ളം മാറ്റാൻ പറ്റിയിട്ടില്ല. മീൻ കണ്ടോ, പച്ചമീനാണ്. ഗോൾഡ് ഫിഷ് ഉണ്ട് കേട്ടോ. ഗോൾഡ് ഫിഷ് കാണിച്ചു തരാം. ഇതിനുള്ളിൽ കുറച്ച് ഗപ്പിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഗോൾഡ് ഫിഷിനെ ഒന്നും കാണില്ല ഗൈസ്. അതിൻ്റെ ഉള്ളിലുണ്ട് വെള്ളമേ മഴ വെള്ളമൊക്കെ വീണ ആകെ സെറ്റാക്കിയിരുന്നു. എൻ്റെ ഫോണിലും അതിൻ്റെ ഉള്ളിലുണ്ട് കേട്ടോ ഫിഷ്. ഇതവിടെ കണ്ട ഗോൾഡ് ഫിഷ് കണ്ടോ. അപ്പോൾ ഇതാണ് ഉണ്ണിയുടെ മീൻ. അങ്ങനെ മഴ മാറി നിന്നിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ വേഗം അലക്കി അങ്ങോട്ട് കയറാന്ന് വിചാരിച്ചിട്ട് പെട്ടെന്ന് അലക്കി തീർക്കണേ കേട്ടോ. പിന്നെ നമ്മുടെ സിറ്റൗട്ടൊക്കെ ഒന്ന് കഴുകി വെള്ളമൊക്കെ ഒന്ന് വടിച്ച് കളഞ്ഞാണ്. ഇവിടെ ഇനിയും മഴ പെയ്യുമ്പോൾ വെള്ളം ഇനിയും ആഞ്ഞടിച്ച് കാറ്റടിച്ച് വീഴും. ചെറുതായിട്ട് നനഞ്ഞിട്ടാണെങ്കിലും എൻ്റെ അലക്കലും പരിപാടികളൊക്കെ കഴിഞ്ഞ് ഇനി ഞാൻ ശരിക്കും പോയി കുളിച്ചിട്ട് വരാം കേട്ടോ. എന്നിട്ട് നമുക്ക് ചായ കുടിക്കാം. അപ്പം ഇനി നമുക്ക് അവലുപ്മാവ് ഉണ്ടാക്കാമല്ലേ. അപ്പോൾ ഉണ്ണിയൊക്കെ എത്തി കേട്ടോ. അവർ പോയിട്ട് തിരിച്ച് വന്നു. അപ്പം ഞാൻ വേഗം അവലുപ്മാവ് ഉണ്ടാക്കട്ടെ. പിന്നെ ഇതാ ചായ വെച്ചിട്ടുണ്ട്. അപ്പം ചായയും വെക്കണം, അത് കഴിഞ്ഞ് നമുക്ക് കഴിക്കണം. അപ്പം നിങ്ങൾക്ക് ഈ ബ്രേക്ക്ഫാസ്റ്റ്, രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും പിന്നെ അതുപോലെ തന്നെ വൈകിട്ടായാലും പെട്ടെന്ന് കുട്ടികൾക്കൊക്കെ നമ്മുടെ വീട്ടിൽ പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയൊരു സംഭവമാണ് അവലുപ്മാവ്. ഇതിൽ വേണമെങ്കിൽ കുറച്ച് ക്യാരറ്റും പിന്നെ അതുപോലെ തന്നെ ബീൻസൊക്കെ ഇട്ടാൽ കുറച്ചും കൂടി ടേസ്റ്റി ആയിട്ട് പിള്ളേർക്ക് ഹെൽത്തി ആയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ ഇത്. അപ്പം അതേ ചൂട് അവലുപ്മാവും പിന്നെ ചായ എടുത്ത് വന്നിട്ടുണ്ട്. അപ്പം ഞാൻ കഴിച്ചു തുടങ്ങട്ടെ കേട്ടോ. ഇപ്പോൾ ഒരു ഹായ് ഗൈസ് കിട്ടുന്ന നമ്മുടെ ഉണ്ണീടെ കേട്ടോ. അപ്പോൾ മീനൂസ് വന്ന് അവിടെ നിന്ന് മഞ്ചാടിക്കുരും കൊണ്ടാണ് കേട്ടോ വന്നത്. അതെന്നെ കാണിച്ചതാണ്. പിന്നെ കുറച്ച് ഉപ്മാവൊക്കെ ടേസ്റ്റ് ചെയ്യാൻ കൊടുത്തു. അങ്ങനെ കൊടുത്താൽ കഴിക്കാറില്ല. അവലുപ്മാവൊന്നും ഇവിടെ ഇപ്പോൾ കുട്ടികൾക്ക് വേണ്ട. ഉപ്മാവ് എടുത്തത് കുറച്ച് കൂടിപ്പോയായിരുന്നു. പക്ഷെ മഴയൊക്കെ കണ്ട് ആസ്വദിച്ച് കഴിച്ചപ്പോൾ അത് തീർന്നതറിഞ്ഞില്ല കേട്ടോ. അപ്പോൾ നമുക്ക് പിന്നെ കാണാനായിട്ട്